ഹലോ എവ്രി വൺ, എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ അസിസ്റ്റൻറ്റ് ഇൻ്റലിജൻസ് ഓഫീസർ എന്ന തസ്തികയുടെ ജോബ് വാക്കൻസി സംബന്ധിച്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 2000-ഓളം വേക്കൻസികളുള്ള ആ ഒരു ജോലിയുടെ വീഡിയോ ഇട്ട സമയത്ത് പല ആൾക്കാരും ആ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് എന്നതിനെ ചൊല്ലി കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പരീക്ഷയുടെ വിശദാംശങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉൾപ്പെടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കേസ് ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ എക്സാമിൻ്റെ പാറ്റേൺ, അതായത് പരീക്ഷയുടെ രീതി എങ്ങനെയാണ് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം എങ്ങനെയാണ് സെലക്ഷൻ പ്രൊസീജിയർ, ഈ സ്റ്റേജുകളിൽ ഏതൊക്കെയാണ് നമ്മൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ സെലക്ഷൻ പ്രൊസീജിയർ മനസ്സിലാക്കിയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ 2017 ഈ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അതിനെ വിശകലനം ചെയ്യുകയാണ്. ഏതൊക്കെ ഏരിയകളിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ട്രാറ്റജി ഫോം ചെയ്യുകയാണ്. എങ്ങനെ പഠിക്കണം, ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ മേഖലകളിൽ നിന്ന് പഠിക്കണം എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം എവിടെ നിന്ന് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഇതും കൂടി നമ്മൾ മനസ്സിലാക്കും. അതായത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഈ ഒരു പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായും കാണുക. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാമിന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായൊരു ഗൈഡ് ലൈൻ അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനും അത് സംബന്ധിച്ച എക്സാം പാറ്റേണിലേക്കും പോകാം. അപ്പം ഓൾറെഡി നമുക്കറിയാം ഏകദേശം 2000-ഓളം വേക്കൻസികളുണ്ട്. അപ്പോൾ സാലറിയും നല്ല കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന എക്സാം പാറ്റേണിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ സ്കീം ഓഫ് എക്സാമിനേഷൻ, ഇത് ഞാൻ ആ നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളതാണ്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ 3 രീതിയിലാണ്, 3 ഘട്ടങ്ങളായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. ടയർ 1 എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓൺലൈൻ പരീക്ഷയാണ്. അതായത് ഓൺലൈൻ പരീക്ഷയാണ്. അതിൽ 100 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ 5 സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ഷനിലും 20 ചോദ്യങ്ങൾ വീതം ഉണ്ടാവും. ഓരോ ചോദ്യത്തിനും 1 മാർക്ക്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ജനറൽ അവെയർനെസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ എബിലിറ്റി, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ സ്റ്റഡീസ്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. പിന്നെ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 മാർക്കാണെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ടയർ 1 എക്സാം നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ 100 മാർക്കാണ് ഉള്ളത്. അടുത്തത് ടയർ 2 എക്സാം ആണ്. അതൊരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാം ആണ്. അതായത് നമ്മൾ എഴുതേണ്ടതാണ്. 50 മാർക്കാണ്. എസ്സേ 30 മാർക്കും, ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, പ്രിസൈസ് റൈറ്റിംഗ് 20 മാർക്കുമാണ്. അങ്ങനെ അത് 1 മണിക്കൂറിൽ 50 മാർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അടുത്തത് ഇൻ്റർവ്യൂ സ്റ്റേജാണ്. ടയർ 3 ഇൻ്റർവ്യൂ, അതിൽ 100 മാർക്കാണുള്ളത്. അങ്ങനെ ഈ ഒരു 3 സ്റ്റേജുകളായിട്ടാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ നമ്മളിനി ഈ ഒരു സ്റ്റേജുകളിൽ ഏതൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നോക്കാം. എങ്ങനെയാണ് ആൾക്കാരെ ഈ ഒരു ജോലിക്ക് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെലക്ഷൻ ഓഫ് കാൻഡിഡേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ടയർ 1 എക്സാമിൽ. അപ്പോൾ ടയർ 1 എക്സാമിന് ഒരു കട്ട് ഓഫ് ഉണ്ട്. അതായത് മിനിമം ഒരു ക്വാളിഫിക്കേഷനുള്ള ആൾക്കാരെ മാത്രമേ ഇവരെ അടുത്ത ലെവലിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ അതിനൊരു കട്ട് ഓഫ് മാർക്ക് ജനറലിന് 35 മാർക്കാണ്. 100-ൽ 35 മാർക്ക്. നമ്മൾ ടയർ 1 എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ 100-ൽ 35 മാർക്ക് ജനറൽ വിഭാഗത്തിനും, ഒ ബി സിക്കോ അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷനോ ആണെങ്കിൽ 34 മാർക്കും, SC STക്കോ ആണെങ്കിൽ 33 മാർക്കുമാണ് ഈ ഒരു മിനിമം മാർക്ക്. അതായത് 100-ൽ നിങ്ങൾ 35 മാർക്കോ 34 മാർക്കോ 33 മാർക്കോ നിങ്ങൾ ഏത് വിഭാഗത്തിലാണ് പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിയാൽ മാത്രമേ ടയർ 2 എക്സാമിന് നിങ്ങൾ എലിജിബിൾ ആവുകയുള്ളൂ. അതായത് മിനിമം നിങ്ങൾക്ക് 35 മാർക്ക് കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് ടയർ 2 എക്സാമിന് ആൾക്കാരെ ലിസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ടയർ 2 എക്സാമിന് എത്രയാണോ വേക്കൻസി ഉള്ളത് അതിൻ്റെ 10 ടൈംസ് ആൾക്കാരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2000 വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 20,000 ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. എന്തിന്? ടയർ 2 എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ മിനിമം കട്ട് ഓഫിന് മുകളിലുള്ളവരെ മാത്രമേ കട്ട് ഓഫ് ഇടുകയുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു 20,000-ന് പകരം ഒരു 15,000 ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു മിനിമം കട്ട് ഓഫിന് മുകളിൽ മാർക്കുള്ളൂ എങ്കിൽ അത്രയും ആൾക്കാരെ മാത്രമേ ലിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ടയർ 1-ൽ മിനിമം മാർക്ക് കിട്ടുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ആവശ്യമുണ്ട്. ഇനി ടയർ 2 എക്സാം നോക്കിക്കഴിഞ്ഞാൽ അത് റിട്ടൺ എക്സാമാണ്.
അപ്പോൾ ടയർ 1ൻ്റെയും ടയർ 2ൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് ആൾക്കാരെ ടയർ 3 അതായത് മൂന്നാമത്തെ ലെവലായ ഇൻ്റർവ്യൂവിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. വാക്കൻസിയുടെ 5 ടൈംസ് ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5% എന്ന് പറഞ്ഞാൽ 5 ടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2000ൻ്റെ 5 ടൈംസ്, അതായത് ഏകദേശം 10,000 ആൾക്കാരെയാണ് ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ എഴുതുന്നതിൽ 20,000 ആൾക്കാരെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിനുശേഷം 10,000 ആൾക്കാരെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ഈ ടയർ 2 എക്സാമിൽ, അത് റിട്ടേൺ എക്സാം എന്ന് പറഞ്ഞു, അതിൽ മിനിമം 33% മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് 50ൽ 17 മാർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരെ ക്വാളിഫൈഡ് ആയിട്ട് കരുതുകയുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ 35 കിട്ടണം, രണ്ടാമത്തേതിൽ 17, 35ഉം 17ഉം 52 മാർക്ക് കിട്ടിയാൽ മാത്രമേ 150ൽ 52 കിട്ടിയാൽ മാത്രമേ ഇൻ്റർവ്യൂവിന് നമ്മളെ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇനി ഇൻ്റർവ്യൂവിൽ 100 മാർക്കാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ മാർക്കും കൂട്ടി ടയർ 1ൻ്റെ മാർക്കും ടയർ 2ൻ്റെ മാർക്കും ടയർ 3യുടെ മാർക്കും കൂട്ടിയതിന് ശേഷമാണ് അവർ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 ലെവലുണ്ട്, 3 ലെവലിനും പ്രാധാന്യമുണ്ടെന്നാണ്. കാരണം 3ൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് നമ്മൾ ഫൈനൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ടയർ 1ൽ മാക്സിമം മാർക്ക് നേടാൻ ശ്രമിക്കണം, ടയർ 2ലും മാക്സിമം മാർക്ക് വേണം, ടയർ 3 ഇൻ്റർവ്യൂവിലും മാക്സിമം മാർക്ക് വേണം. എങ്കിൽ മാത്രമേ നമ്മൾ ജോലിയിൽ ഷോർട്ട് ലിസ്റ്റിൽ വരികയുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് എപ്പോഴായിരിക്കും ഈ ഒരു എക്സാം നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഡേറ്റ് നമ്മളെ കൃത്യമായിട്ട് അറിയിക്കും. ഏകദേശം ഫെബ്രുവരി അവസാനത്തോടു കൂടി നടക്കുമെന്നാണ് ഇൻ്റർനെറ്റിൽ ചർച്ചകളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഫെബ്രുവരി അവസാനത്തോടെ 2021 ഫെബ്രുവരി അവസാനത്തോടെ നടക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങൾ പഠനം തുടങ്ങേണ്ടതാണ്. അപ്പോൾ ഏകദേശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസത്തെ ടൈം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചോദ്യം എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കും. അതാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടയർ 1 എക്സാമിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് കിട്ടിയാലേ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു സ്കീം ഓഫ് എക്സാമിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാർക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 1 മണിക്കൂറിൽ 100 ചോദ്യങ്ങളാണ്. അപ്പോൾ 1 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റിൽ 100 മാർക്കിനുള്ള 100 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം. സ്വാഭാവികമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ടെസ്റ്റ് ഒരു സ്ട്രെസ് ടെസ്റ്റാണ്. അപ്പോൾ എന്താണ് സ്ട്രെസ് ടെസ്റ്റ് എന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവുക. അതായത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറയുന്ന പരീക്ഷകളെയാണ് നമ്മൾ സ്ട്രെസ് ടെസ്റ്റ് എന്ന് വിളിക്കുക. ഇതുപോലെ തന്നെ സ്ട്രെസ് ഇൻ്റർവ്യൂ ഉണ്ട്. അതായത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തുരുതുരാ നമ്മളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് നമ്മളതിനെ സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുക. എന്താണ് ലക്ഷ്യം? ലക്ഷ്യം ഇതാണ്, നിങ്ങളെ ടെൻഷനിലേക്കാക്കുക. അപ്പോൾ ടെൻഷൻ വരുന്ന ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളെ മാനേജ് ചെയ്യുന്നു എന്നതാണ് നിങ്ങൾ ഈ ഒരു ടെസ്റ്റിലൂടെ അവർ നിങ്ങളെ അനലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടത് സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് സ്ട്രെസ്സിനെ ബാലൻസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്ട്രാറ്റജി ഫോർമേഷൻ എന്ന ഭാഗത്ത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കുക, ഇതൊരു സ്ട്രെസ് ടെസ്റ്റാണ്. ആ ഒരു സ്ട്രെസ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് സ്ട്രെസ് ടെസ്റ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇതിൻ്റെ ജോലി അത്തരത്തിലുള്ളതാണ്. എന്താണ് ഈ ഒരു ഇൻ്റലിജൻസ് ഓഫീസറുടെ ജോലി? അതായത് ഗവൺമെൻറ്റിന് പല ഭാഗത്തു നിന്നും ഇൻ്റലിജൻസ് വിവരങ്ങൾ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച വിവരങ്ങളെക്കുറിച്ച് പല ഭാഗത്തു നിന്നും വിവരങ്ങൾ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വിവരങ്ങൾ ലോക്കൽ ലെവലിൽ നിന്നും കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റലിജൻസ് ഓഫീസറുടെ ജോലി. അപ്പോൾ നിങ്ങൾ പല സാഹചര്യത്തിലും വളരെ ചെറിയ സമയത്തിനുള്ളൊക്കെ ഇത് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സ്ട്രെസ് ടെസ്റ്റ് അവർ നടത്തുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു എക്സാമിൻ്റെ വിവരങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിൽ 2017 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒഫീഷ്യലായിട്ട് യാതൊരു ക്വസ്റ്റ്യൻ പേപ്പറും എവിടെ നിന്നും ലഭിച്ചിട്ടില്ല. അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൈറ്റിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞിട്ടൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ ഇൻ്റർനെറ്റിലൊക്കെ 2017 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിടക്കുന്നുണ്ട്. അപ്പോൾ പല
സ്ഥലത്തും അന്വേഷിച്ചപ്പോൾ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ പാറ്റേൺ, അതായത് എക്സാം പാറ്റേണുമായിട്ട് വളരെയധികം മാച്ചും വരുന്നുണ്ട്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗം ആണ് നോക്കുന്നത്. അപ്പോൾ ജനറൽ അവെയർനെസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏകദേശം ഒരു 12ഓളം ചോദ്യങ്ങൾ ജനറൽ അവെയർനെസ് ഭാഗത്ത് നിന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു ജനറൽ അവെയർനെസ് എന്ന് നോക്കിയാൽ, അതായത് പ്രധാനമായിട്ടും കറണ്ട് അഫയേഴ്സാണ്, നമ്മുടെ പത്രത്തിലും വാർത്തകളിലും ഒക്കെ വരുന്ന കാര്യങ്ങളാണ് ഈ ഒരു ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന ഭാഗത്ത് ചോദിച്ചിട്ട് കാണുന്നത്. അതായത് സ്പോർട്സ് വാർത്തകൾ, അതായത് ODI പിന്നെ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഫസ്റ്റുള്ള ബാറ്റ്സ്മാൻ ആരാണ്, അല്ലെങ്കിൽ ജാവലിൻ ത്രോയിൽ ഗോൾഡ് മെഡൽ കിട്ടിയ കളിക്കാരൻ ആരാണ്, പിന്നെ നമ്മുടെ പത്രത്തിലും മറ്റുമൊക്കെ വരുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ, ഇപ്പോൾ നമുക്കറിയാം കാർഷിക ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബില്ലുകളെക്കുറിച്ച്, പിന്നെ ബേസിക് സയൻസ്, അടിസ്ഥാനപരമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സയൻസിലെ ചോദ്യങ്ങൾ, ഉദാഹരണത്തിന് ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഫോട്ടോ വോൾട്ടായിക് സെല്ലുണ്ട്, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് എന്താണ് WWW എന്നൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു 12 ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളുടെ പ്രത്യേകത, നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം അറിയെങ്കിൽ നേരെ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പം ഞാനതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്നിപ്പെറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ചോദ്യത്തിൻ്റെ ടൈപ്പ് ഏതാണെന്ന് കാണാൻ വേണ്ടി പറ്റും. അതായത് ഒന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ഏഷ്യൻ സമ്മിറ്റ് എവിടെയാണ് നടന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഏത് കൺട്രിയാണ് ഫസ്റ്റ് സൈബർ കോർട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ നോക്കി, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. അത് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബില്ലിനെ കുറിച്ച്, അല്ലെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദ എക്സ്റ്റിങ്ഷൻ ഓഫ് എ സ്പീഷീസ് ഡ്യൂ ടു മാൻസ് ഇൻ്റർവെൻഷൻ ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഏത് ജീവിയാണ് മനുഷ്യൻ്റെ ഇടപെടൽ കാരണം വംശനാശം സംഭവിച്ചത്. അപ്പോൾ സൺലൈറ്റിൽ നിന്ന് ഡയറക്റ്റ് ഫാഷനിൽ വർക്ക് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് ചോദ്യം. അപ്പോൾ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നുകിൽ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ബേസിക് സയൻസ് ആണ്. അപ്പോൾ ഒരു 12 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ജനറൽ അവെയർനെസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ എന്താണ് ഇത്, ഈ ഒരു ഭാഗത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പത്രത്തിൽ നിന്നുള്ള വാർത്തകളാണ് പ്രധാനമായിട്ടും വരുന്നത്. ഇനി നമ്മൾ അടുത്ത സെക്ഷൻ കൈകാര്യം ചെയ്യുകയാണ്, അതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്. കാരണം ഈ ഒരു ഭാഗത്തു നിന്ന് 25 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ സ്പീഡ്, ടൈം, വേഗത, സമയം, ആവറേജ്, ശരാശരി, റേഷ്യോ, ഇൻട്രസ്റ്റ്, പലിശ എന്നിവയൊക്കെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ചോദ്യം ജസ്റ്റ് എബോവ് ആവറേജ് ആണ്. നമ്മുടെ PSCക്ക് വരുന്ന ഒരു പരീക്ഷകളല്ല, മറിച്ച് അതിനെക്കാട്ടും കുറച്ചൊരു ഉയർന്ന ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമുക്ക് ചോദ്യങ്ങളായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നത്. അതിൽ നമുക്കറിയാം സീക്വൻസ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രോബ്ലം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കാരണം ഈ ഒരു ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതൊക്കെ നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചിട്ട് വന്നിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണ്. മറിച്ച് നമ്മൾ ആലോചിച്ച് അവിടെ നിന്ന് സോൾവ് ചെയ്യേണ്ട തരത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആ ചോദ്യങ്ങളൊന്ന് വേഗത്തിലൊന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യത്തിൽ പലിശയുടെ കണക്കുണ്ട്, സ്പീഡിൻ്റെ കണക്കുണ്ട്, ഒരുപാട് സ്പീഡിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന മൂന്നാമത്തെ സെക്ഷനാണ്, അത് ന്യൂമറിക്കൽ, അനലിറ്റിക്കൽ, ലോജിക്കൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആണ്. അതിലും 25 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ബോർഡ് മാസ്, സീക്വൻസ്, പിന്നെ റീസണിങ്ങിലുള്ള ചോദ്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഏതാണ് ജഡ്ജും ക്രിമിനലും പിന്നെ തീവ്സും കള്ളന്മാരും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നത്. നമ്മളൊരു ന്യൂമറിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു മെൻ്റൽ എബിലിറ്റിയൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. പിന്നെ അതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പിന്നെ വലതുവശത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാറ്റേൺ, കോഡിങ് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അതിന് താഴെ ഉള്ളത് നമ്മുടെ അനലിറ്റിക്കൽ എബിലിറ്റിയെ കാണിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളും ഒരു ആവറേജ് ലെവലാണെന്ന് പറയാം. എബോവ് ആവറേജ് എത്തുന്നില്ല എങ്കിലും ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ചോദ്യങ്ങൾ നമുക്ക് അധികം സമയം ആലോചിക്കാനില്ല, വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ കോഡിംഗ് ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളവർക്ക് ഈ ഒരു ചോദ്യങ്ങൾ വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. ഇനി അടുത്തൊരു സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അടുത്തത് ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അനോണിമസ്, സിനോണിമസ്, പെയർ, ഗ്രാമർ യൂസേജ് തുടങ്ങിയവയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അത്ര ടഫ് ലെവലാണെന്ന് തോന്നുന്നില്ല.
നമുക്കൊരു ബേസിക് ഗ്രാമർ അറിയുന്ന ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അതിലും 25 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്, ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ഇംഗ്ലീഷിൽ കുറച്ച് ബേസിക്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്രാമർ കുറച്ചെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങളാണ് 25 എണ്ണം. ഇനി അവസാനത്തെ സെക്ഷനാണ് ജനറൽ സ്റ്റഡീസ്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മുടെ ഭരണഘടനയെ സംബന്ധിച്ച ഒരു 4 ചോദ്യങ്ങളുണ്ട്. നമ്മുടെ മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയെക്കുറിച്ച് ഒരു 3 ചോദ്യങ്ങളുണ്ട്. എക്കണോമി, നമ്മുടെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചൊക്കെ 6 ചോദ്യങ്ങളുണ്ട്. അങ്ങനെ 13 ചോദ്യങ്ങൾ ഈ ഒരു ജനറൽ സ്റ്റഡീസ് ഭാഗത്തു നിന്നാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ഭരണഘടന സംബന്ധിച്ച ചോദ്യങ്ങൾ വളരെ സിമ്പിളായ ചോദ്യങ്ങളാണ്. മിഡീവൽ ഇന്ത്യയും അത്ര ബുദ്ധിമുട്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏത് ബുക്ക് പഠിച്ചു കഴിഞ്ഞാലും നമ്മൾക്ക് കിട്ടുന്ന ചോദ്യങ്ങളാണ്. എക്കണോമി കുറച്ചുകൂടി അപ്ലിക്കേഷൻ ലെവലിലുള്ള എക്കണോമിയാണ്, എങ്കിലും വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ 13 മാർക്കിൻ്റെ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ റെക്കഗ്നൈസസ്, അപ്പോൾ ഏതൊക്കെയാണ്, റിലീജിയസ് മൈനോറിറ്റി ആണോ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അടുത്തത് നമ്മൾ മിഡീവൽ ഇന്ത്യ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ എംപററുടെ അഡ്മിനിസ്ട്രേഷനിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ഏത് റൂളറാണ്, മൻസബ്ദാരി സിസ്റ്റം ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ മിഡീവൽ ഇന്ത്യ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കിട്ടും. പിന്നെ റൈറ്റ് ടു പ്രൈവസി ഏത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പാർലമെൻറ്റ് കൂടുന്നതിനുള്ള മാക്സിമം ഇടവേള എത്രയാണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ഏത് ഭരണഘടനയുടെ ബുക്ക് വായിച്ചാലും കിട്ടുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങൾ അത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ചോദ്യങ്ങളുടെ ബാക്കി കൂടിയാണ്. അത് നോക്കിക്കഴിഞ്ഞാൽ GST കുറിച്ച് ഒരു ചോദ്യമുണ്ട്. കാരണം GST ന്യൂസിൽ വളരെയധികം കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ 100 ചോദ്യങ്ങളെ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇനി ഇത് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, എന്തായിരിക്കണം ഈ ഒരു പരീക്ഷയ്ക്ക് നമ്മളുടെ സ്ട്രാറ്റജി എന്നാണ് അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ നോക്കിയ കാര്യങ്ങളെ ഞാൻ ഒരു സ്ലൈഡിലേക്ക് ചുരുക്കിയിട്ടുണ്ട്. ജനറൽ അവെയർനെസ്സിൽ, അതായത് കറണ്ട് അഫെയർസ്, സ്പോർട്സ്, ബേസിക് സയൻസ്, കമ്പ്യൂട്ടർ 12 ചോദ്യങ്ങൾ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, സ്പീഡ്, ടൈം, ആവറേജ്, റേഷ്യോ, ഇൻട്രസ്റ്റ് 25 ചോദ്യങ്ങൾ. ന്യൂമറിക്കൽ എബിലിറ്റി, പാറ്റേൺ, ബോർഡ് മാസ്, സീക്വൻസ് 25 ചോദ്യങ്ങൾ. ഇംഗ്ലീഷ്, അക്രോണിം, അനോണിം, സിനോണിം, പെയർ, ഗ്രാമർ, യൂസേജ് 25 ചോദ്യങ്ങൾ. ജനറൽ സ്റ്റഡീസ്, ഭരണഘടനയെ സംബന്ധിച്ച 4, മിഡീവൽ ഇന്ത്യയെ സംബന്ധിച്ച 3 എണ്ണം, ആൻഡ് എക്കണോമി സംബന്ധിച്ച 13. അങ്ങനെ ടോട്ടൽ 13 ചോദ്യങ്ങൾ. എക്കണോമിയിൽ നിന്ന് 6 ചോദ്യങ്ങൾ. അപ്പോൾ ഇതാണ് ആ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമ്മളിന്ന് സംഗ്രഹിച്ച് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കേണ്ട സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഓർത്തു വെക്കുക, ഇതൊരു സ്ട്രെസ് ടെസ്റ്റാണ്. അതായത് 60 മിനിറ്റിനുള്ളിൽ 100 ചോദ്യങ്ങൾ എഴുതണം. അതിലാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള 25 ചോദ്യങ്ങൾ ടൈം എടുക്കുന്നതാണ്. കാരണം 1 മിനിറ്റിൽ താഴെയുള്ള സമയത്തിൽ നമുക്ക് അത്ര പോലും ഇല്ല ഒരു ചോദ്യത്തിന്. അപ്പോൾ 1 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളല്ല ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലുള്ളത്. ന്യൂമറിക്കൽ എബിലിറ്റി, പാറ്റേൺ ഒക്കെ ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നതാണ്. അത്രയും സമയം കിട്ടുകയില്ല. ഇംഗ്ലീഷ് ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. ജനറൽ സ്റ്റഡീസും ജനറൽ അവെയർനെസ്സും നമുക്ക് അറിയാമെങ്കിൽ മാർക്ക് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക്, അതായത് നമ്മുടെ ടാർഗറ്റ് 35 മാർക്കാണ് മിനിമം. 35-ന് മുകളിൽ മാർക്ക് കിട്ടണം. അപ്പോൾ 35-ന് മുകളിൽ മാക്സിമം മാർക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ച് ബേസിക്സ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ, കുറച്ചെങ്കിലും അറിയുന്ന ഒരാളാണെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾ ആദ്യം കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. അനോണിം, സിനോണിം, അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ഫോക്കസ് ചെയ്ത് ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കുക. ആ ഇംഗ്ലീഷിൽ നിന്നുള്ള 25 ചോദ്യങ്ങളിൽ ഒരു 15-ന് മുകളിൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ശരിയായി കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ്. പിന്നെ ജനറൽ സ്റ്റഡീസ്, ഭരണഘടനയെ സംബന്ധിച്ച് മിഡീവൽ ഇന്ത്യ, എക്കണോമി, ഇവ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ടോപ്പിക്കുകളാണ്. ഭരണഘടന വളരെ സിമ്പിളാണ്. നിങ്ങൾ ഏത് ബുക്ക് വേണമെങ്കിലും പഠിച്ചാൽ മതി. KS ഇൻസൈറ്റ്സിൻ്റെ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടും. മിഡീവൽ ഇന്ത്യയെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ നിന്ന് പഠിച്ചാൽ മാത്രം മതിയാവും. കാരണം എല്ലാ ബുക്കുകളിലും കാണുന്ന ചോദ്യങ്ങളാണ് അതിലും വന്നിരിക്കുന്നത്. എക്കണോമിനെ കുറിച്ച്, അതായത് നമ്മുടെ GST അങ്ങനെയുള്ള കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ലെവലിലാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇൻഫ്ലേഷൻ, ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രീതി. ആ രീതിയിൽ പഠിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ആദ്യം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇംഗ്ലീഷിനാണ്. കാരണം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. വായിച്ചു കഴിഞ്ഞാൽ അറിയാമെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് ജനറൽ സ്റ്റഡീസിന് കൊടുക്കുക. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റിയും മാക്സിമം പ്രാക്ടീസ് വേണ്ട ഏരിയകളാണ്. അപ്പോൾ ഈ ഒരു
പരീക്ഷയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചോദ്യങ്ങളും എടുത്ത് നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ അവസാനത്തെ ക്വസ്റ്റ്യൻ വരെ എത്തുക പോലുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസിനെ ഒറ്റ വായനയിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളെ ആദ്യം കണ്ടെത്തിയിട്ട് അതിനെ ചെയ്തിട്ട് പോവുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റിയും നിങ്ങളുടെ സമയം എടുക്കുന്ന ഏരിയകളാണ്. അതുകൊണ്ട് ഒറ്റ വായനയിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണോ എന്ന് ആദ്യം തന്നെ നോക്കുക. ആ ഒരു വായനയിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണെങ്കിൽ ചെയ്യുക, മാർക്ക് ചെയ്യുക, അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഒരു ചോദ്യത്തിലും കൂടുതൽ സമയം എടുത്ത് ചെലവഴിക്കരുത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റിയും ചെയ്യുന്ന സമയത്ത് മാക്സിമം പ്രാക്ടീസ് വേണ്ടതുണ്ട്. അപ്പോൾ ഈ 2 ഏരിയയിൽ നിന്ന് 50 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു 15ഓ 20ഓ മാർക്കുകളെങ്കിലും മിനിമം നേടാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും ന്യൂമറിക്കൽ എബിലിറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബോർഡ് മാസ്, പാറ്റേൺ ഇങ്ങനത്തെയൊക്കെ ടൈം എടുക്കാത്ത ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങളിൽ കൂടുതൽ സമയം ഉപയോഗിക്കുക. ജനറൽ അവെയർനെസ്, കറണ്ട് അഫെയർസിനാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ. ബേസിക് സയൻസും കമ്പ്യൂട്ടേഴ്സും. കമ്പ്യൂട്ടർ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ഏത് ബുക്ക് നോക്കിക്കഴിഞ്ഞാലും ഉണ്ടാവുള്ളൂ. അത് വളരെ ബേസിക് ആയ ചോദ്യങ്ങളാണ് ചോദിക്കുക. കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് സംബന്ധിച്ച ചോദ്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞതൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇംഗ്ലീഷിൽ കുറച്ചെങ്കിലും പ്രാവീണ്യമുള്ളവരാണെങ്കിൽ ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ജനറൽ സ്റ്റഡീസിൽ നോക്കുക. പാരലലി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റിയും മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ചോദ്യം പ്രാക്ടീസ് ചെയ്യുക എന്ന് വെച്ചാൽ ഏറ്റവും വേഗത്തിൽ ചോദ്യങ്ങൾ ചെയ്യുക. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും ന്യൂമറിക്കൽ എബിലിറ്റിയിൽ നിന്നും ചെയ്യുന്ന കൊണ്ടുള്ള കാര്യം, നിങ്ങൾക്കൊരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് ഒറ്റ ലൈനിൽ ചെയ്യാൻ പറ്റുന്നതാണോ അല്ല ടൈം എടുക്കുന്നതാണോ എന്ന് മനസ്സിലാവുന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും കൂടുതൽ സമയം എടുത്ത് ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. ഒറ്റ വായനയിൽ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. കാരണം സമയം വളരെ ലിമിറ്റഡ് ആണ്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയും വേണം. അപ്പോൾ ജനറൽ അവെയർനെസ്സിൽ കറണ്ട് അഫെയർസ് ഒക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് മാസങ്ങളിലെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, പത്രങ്ങളല്ലെങ്കിൽ മാസികകൾ കിട്ടും, ഇൻ്റർനെറ്റിലൊക്കെ സൗജന്യമായിട്ട് കിട്ടും. ആ ഒരു മാസികകളിൽ നിന്ന് പ്രധാനപ്പെട്ട വാർത്തകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നോട്ട് ചെയ്ത് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സ്ട്രാറ്റജിയിൽ ഫോർമുലേറ്റ് ചെയ്യേണ്ടത്. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബുദ്ധിപരമായിട്ടാണ് ഈ ഒരു പരീക്ഷ എഴുതേണ്ടത്. അതായത് നമ്മൾ അറിയുന്ന ചോദ്യങ്ങൾ മാത്രം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അതും വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇനി അടുത്ത ചോദ്യം എവിടെ നിന്ന് പഠിക്കണം എന്നുള്ളതാണ്. അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പരീക്ഷ, അതായത് 3 വർഷത്തിലൊരിക്കലൊക്കെ വിളിക്കുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ ബുക്കുകൾ നമ്മൾ ഒരു പ്രത്യേക ബുക്ക് ആയിട്ട് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതായത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ബുക്കുകൾ നമുക്ക് ഓൺലൈൻ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അതായത് ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ബുക്കുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിലൊരു ബുക്ക്, ഞാൻ ബുക്കിൻ്റെ പേര് പറയുന്നില്ല, ആ ഒരു ബുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഗുപ്ത പബ്ലിക്കേഷൻ്റെ ഒരു ബുക്കാണ്. ആ ഒരു ഗുപ്ത എന്ന് പറയുന്ന ബുക്ക് അതിപ്പോൾ ആമസോണിൽ നമ്പർ 1 സെല്ലറാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം വാങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ആ ബുക്ക് വാങ്ങിയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതായത് ജനറൽ ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഇംഗ്ലീഷ് ഗ്രാമറൊക്കെയുള്ള ബുക്കുകളിൽ നിന്ന് തന്നെ പഠിക്കാം. നിങ്ങളുടെ റാങ്ക് ഫയലുകളൊക്കെ കയ്യിലുള്ളവരാണെങ്കിൽ അതിൽ ഇംഗ്ലീഷിനെ സംബന്ധിച്ച ചോദ്യങ്ങളും ഗ്രാമറും ഒക്കെ ഉണ്ടാവും. അത് അതിൽ നിന്ന് പഠിക്കാം. ജനറൽ സ്റ്റഡീസിനെ സംബന്ധിച്ച്, ഭരണഘടനയെ സംബന്ധിച്ച്, മിഡീവൽ ഇന്ത്യ, എക്കണോമിയൊക്കെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി KS ഇൻസൈറ്റ്സിൻ്റെ ക്ലാസ്സുകൾ കാണാം. ഇത് കൂടാതെ അതിൽ നമ്മൾ എടുക്കാത്ത ക്ലാസ്സുകൾ വരുന്ന ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഗൈഡിനെ ആശ്രയിക്കാവുന്നതാണ്, അല്ലെങ്കിൽ റാങ്ക് ഫയലിനെ ആശ്രയിക്കാം. ജനറൽ അവെയർനെസ്സിന് പ്രധാനമായിട്ടും കറണ്ട് അഫെയർസ് ആണ്. പിന്നെ ബേസിക് സയൻസും കമ്പ്യൂട്ടറും ബേസിക് സയൻസും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ നിന്ന് ആശ്രയിക്കാവുന്നതാണ്. ജനറൽ അവെയർനെസ്സിൽ കറണ്ട് അഫെയർസിന് വേണ്ടിയിട്ട് നിങ്ങൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ നിന്ന് നോക്കേണ്ടതുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റിയും നമ്മൾ PSC ലെവലിലുള്ള ചോദ്യങ്ങൾ ചെയ്ത് പരിശീലിക്കുന്നതുകൊണ്ട് അത്ര ഗുണം ഉണ്ടാവില്ല. കാരണം അതിനൊരു ചെറിയ ലെവൽ ഉയർന്നിട്ടാണ് ഈ ഒരു ചോദ്യങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്ന ബുക്കുകൾ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഈ ഒരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള ഈ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോയുടെ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ബുക്ക്
അത്തരത്തിലുള്ള ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിൽ കിട്ടും. ഞങ്ങൾ ആ ബുക്ക് വാങ്ങിയിട്ടില്ല, ഞങ്ങൾ നോക്കിയിട്ടുമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് അത് വാങ്ങുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 60 മിനിറ്റിൽ 100 ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് 35 മിനിമം കിട്ടുക, 35ന് മുകളിൽ മാക്സിമം മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷിൽ ഫോക്കസ് ചെയ്യുക, അതിനുശേഷം ജനറൽ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുക, പിന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ന്യൂമറിക്കൽ എബിലിറ്റിയും 50 മാർക്കുണ്ട്. അവിടെ നമ്മൾക്ക് കൃത്യമായ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ എബോവ് ആവറേജ് ലെവൽ ക്വസ്റ്റ്യൻസ് ചെയ്യണം, കുറച്ച് ഒരു ടഫ് ലെവൽ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഞങ്ങളുടെ KS ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഞങ്ങൾ ഇടുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഏത് ലെവലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് വഴി എങ്ങനെയാണ് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2000 വേക്കൻസി ഉണ്ട്. നമ്മൾ ആ ഒരു സ്ട്രെസ് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട രീതി എന്താണ്, ഇതിൻ്റെ സ്ട്രാറ്റജി എന്നാണ്. ആ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് ഈ ഒരു എക്സാമിനെ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രാക്ടീസ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കിട്ടുന്ന ബുക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് അത് തന്നെ പ്രാക്ടീസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആമസോണിൽ നിന്നോ മറ്റോ ആ ഒരു ബുക്കുകൾ വാങ്ങി പ്രാക്ടീസ് ചെയ്യുകയാണ്. ആമസോണിൽ 3 ബുക്കുണ്ട്, അതിലൊന്ന് ഇപ്പോൾ ട്രെൻഡിങ് ആണ്. അപ്പോൾ ആ ട്രെൻഡിങ് ബുക്ക് എല്ലാവരും വാങ്ങുന്നുണ്ട്. അതിൻ്റെ റിവ്യൂസൊക്കെ നിങ്ങൾക്ക് തന്നെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു ലോജിക്കൽ തീരുമാനം എടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും ന്യൂമറിക്കൽ എബിലിറ്റിയിലും പറയാനുള്ളത്. പിന്നെ വൈസ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഏത് ചോദ്യം ചെയ്യണം, ഏത് ചോദ്യം ചെയ്യണ്ട, ഇത്രയും ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ടയർ 1 എക്സാം പാസ്സാവാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഈ ഒരു നിർദ്ദേശങ്ങൾ വളരെയധികം ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.